ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ചധികം ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു വ്ളോഗായിട്ട് ഇപ്പം വരുന്നത്. അത് വേറെ ഒന്നുകൊണ്ടല്ല, ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അജയ് സോളോ പോയി തിരിച്ചു വന്നത് നല്ല ചുമയും ജലദോഷമായിട്ടാണ്. അപ്പോൾ അജയനെ നോക്കി പരിചരിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എനിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എന്തായാലും എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും പ്രോബ്ലം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇനി എനിക്ക് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് കുറേ വ്ളോഗുകൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു മാസത്തോളം ഞാനും ബോയും ആരോയും വീട്ടിൽ തന്നെയായിരുന്നല്ലോ അജയ് സോളോ പോയ സമയത്ത്. അപ്പോൾ അവൻ പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു കുട്ടി വെക്കേഷന് പോവാം, കാരണം പിള്ളേർക്കും ഒരു റിലീഫാകും, എനിക്കാണെങ്കിലും ഒരു റിലാക്സേഷൻ പോലെ ആവും എന്നുള്ള രീതിയിൽ. അപ്പം ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തത് അങ്ങനെ ഒരു വലിയൊരു ട്രാവലോ കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത്. ഇത് ജസ്റ്റ് ഒരു 2 to 3 days വരുന്ന ഒരു ചെറിയൊരു കുട്ടി വെക്കേഷനാണ്. ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 1.5 hour ഡ്രൈവ് ഉണ്ട്. നമ്മളൊരു ഫാം ഹൗസിലേക്കാണ് പോകുന്നത്. ഹൈടെക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാം ഹൗസാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതായത് എൻ്റെയും പിള്ളേരുടെയും കാര്യങ്ങൾ മാത്രമേ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളൂ. പിള്ളേരുടെ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ ഈ ബാഗിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ ബാഗ്. ട്രാവൽ ചെയ്യുമ്പം ഈ ഒരു ബാഗിൽ ആണ് അവരുടെ സാധനങ്ങളെല്ലാം വെക്കാറ്. എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ, നമുക്ക് ടാറ്റ പോണ്ടേ? രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് രാവിലെ തൊട്ടേ. കാരണം അവർക്ക് ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മുടെ പാക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതേ അജയ് ഷീറ്റ് വിരിക്കാൻ പോവാണ് പിള്ളേർക്ക് വേണ്ടിയിട്ട്. അജയുടെ ജോലിയാണ് ഇതെല്ലാം. എനിക്കങ്ങനെ ഷീറ്റ് വിരിക്കാനൊന്നും അറിയാത്തതുകൊണ്ട് അജയാണ് വീട്ടിൽ ബെഡ്ഷീറ്റ് ആണെങ്കിലും ഇപ്പോൾ വണ്ടിയിലാണെങ്കിലും എല്ലാം ഷീറ്റ് വിരിക്കുന്നത് അജയുടെ ഡ്യൂട്ടിയാണ്. ഗുഡ് ബൈ. ചിരിച്ചേ കാണട്ടെ ആൾക്കാർ. നീ സോളോ പോകുന്നതിന്റെ മുന്നേ കണ്ടതാ, പിന്നെ നിന്നെ കണ്ടതേ ഇല്ല. എന്നിട്ട് നോക്കിക്കേ. വന്നേരോ സമയമില്ലാതെ ഞങ്ങൾക്ക് ഡ്രസ് ഞങ്ങൾ പോവാണ്ട ടാറ്റ വന്നണ്ടതാ. സമയമില്ല. ആരൊക്കെ ഡ്രസ്സ് ഇടാൻ ഒട്ടും ഇഷ്ടമില്ല. ഡ്രസ്സ് ഇടാതെ അജയ് ട്രിപ്പിന് കൊണ്ടുപോകത്തുമില്ല. ഞാനേ പോവാൻ നേരത്താണ് വന്നത്. ചെരുപ്പൊക്കെ ഇട്ടാണ് അകത്ത് വെക്കുന്നത്. സമയമില്ല കേട്ടാ. അപ്പുറത്തെ ആ ബോബു, നമുക്ക് പോവാം കേട്ടാ. പോവാം. ബോനെ ആരോനെയൊക്കെ ഇതേ വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. ബോബു മറ്റേ ഇതുണ്ടോ ഇത് കെട്ടിടാൻ വേണ്ടിട്ടാ? ആ ഉണ്ട്, എടുത്തരണ. ഒരു മാസത്തെ വീട്ടിലിരിപ്പിന് ശേഷം ബോയും ആരോയും അവരുടെ ഒരു കുട്ടി വെക്കേഷന് പോവാണ്. ഇതുപോലെ ഒരു ലീഷ് ഇവിടെ അജയ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കെട്ടും. ഇത് വേറെ ഒന്നുകൊണ്ടല്ല, കാരണം ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനോ എന്തിനെങ്കിലുമൊക്കെ വണ്ടി നിർത്തുമ്പം ആരോ ബേബി ഫ്രണ്ടിലേക്ക് വരും. അവൻ ഫ്രണ്ടിലേക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് അജയ് ഇവിടെ ഒരു എക്സ്ട്രാ ലീഷ് ഇട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തുവാണെങ്കിൽ ആ ലീഷിൻ്റെ മുകളിൽ ആരോ ബേബീനെ അങ്ങ് കെട്ടി വെക്കും. അപ്പോൾ അവന് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റത്തില്ല. ബോ പിന്നെ അങ്ങനെ ഫ്രണ്ടിലേക്കൊന്നും വരത്തില്ല. അവൻ ഡീസന്റ് ബോയ് ആണ്. ആരോയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴേ അത് അവനെ ലീഷിൽ ടൈ ചെയ്ത് വെച്ച്. അപ്പം നമ്മൾ എന്തായാലും ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് സ്റ്റോപ്പ് ലഞ്ച്. അപ്പോൾ നമ്മുടെ ലഞ്ചും പരിപാടിയെല്ലാം കഴിഞ്ഞു. ബിരിയാണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ നല്ല തിരക്കുള്ളതുകൊണ്ട് ബിരിയാണി ഒന്നും കിട്ടിയില്ല. ഞാനപ്പോൾ അതുകൊണ്ട് അന്നാ സാമ്പാറാണ് കഴിച്ചത്. ചോറ് സാമ്പാർ അതാണ് കഴിച്ചത്. അപ്പോൾ ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ഉണ്ടെന്നാണ് അജയ് പറഞ്ഞത്. പിള്ളേരെല്ലാവരും ഉറക്കത്തിലായിരുന്നോ? ബോയ്സ് ഉറക്കുമായിരുന്നോ? നമ്മളിപ്പോൾ ഇവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയാണ്. 2-3 പെട്രോൾ പമ്പിലൊക്കെ നമ്മൾ നിർത്തി, പക്ഷെ അവിടെ ഒന്നും പെട്രോൾ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ വല്ല സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. 1/2 അവറോളം ഡ്രൈവ് ചെയ്തു. അപ്പൊ ഇനി ഒരു 1 അവറും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടിയിലെത്തും. ഇത് നമ്മൾ പോകുന്നത് ഹൈടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാം ഹൗസിലേക്കാണ്. അതായത് ഒരു ലക്ഷറി കൈൻഡ് ഓഫ് ഫാം ഹൗസ് ആണ്. ഇപ്പൊ റിസോർട്ട്സ് ആണെങ്കിലും ഹോട്ടൽസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതലും ഫാം ഹൗസ് ആണ്. പെറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. കാരണം അത്യാവശ്യം സ്പേസ് ഉണ്ടാവില്ല, അത്യാവശ്യം ഒരു ഏരിയ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവർ ഓഫ് ലീഷ് ഇടാനാണെങ്കിലും എല്ലാം കൊണ്ടും നല്ലത് ഫാം ഹൗസ് ആണ്. ഇന്ന് നമ്മളിപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് വലിയ പരിപാടികളൊന്നും ഉണ്ടാവില്ല. ചുമ്മാ ജസ്റ്റ് ഫാം ഹൗസ് ഒക്കെ ഒന്ന് ചുറ്റിക്കണ്ട് വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കും. പെട്രോൾ അടിച്ചോ? അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. വേഗം പോയി മേടിച്ചിട്ട് വന്നേ.
20 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഫാം ഹൗസിൽ എത്തുന്നതായിരിക്കും. അപ്പം നമ്മൾ പോകുന്ന വഴി മറ്റേ ഷുഗർ കെയിൻ ജ്യൂസ് കണ്ടു. അപ്പോൾ എനിക്ക് അറിയാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷുഗർ കെയിൻ ജ്യൂസ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അജയനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. പിള്ളേര് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് വണ്ടി കയറി തന്നെ. അപ്പോൾ പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് അങ്ങനെ കൂടുതൽ ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കത്തില്ല. പിന്നെ ഇതൊരു 1 hour ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഇപ്പോൾ വെള്ളമാണെങ്കിലും ഫുഡാണെങ്കിലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 20 മിനിറ്റ്സിനുള്ളിൽ നമ്മളിപ്പോൾ ഫാം ഹൗസിലെത്തും. അപ്പോൾ അവിടെ എത്തിയിട്ട് അവർക്ക് വെള്ളമോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്താൽ മതി. ആരോ നല്ല ഉറക്കാണ്, ഒന്നും അറിഞ്ഞിട്ടില്ല. വണ്ടി നിർത്തിയതും അജയ് ഇറങ്ങിപ്പോയതും ഒന്നും ആരോ അറിഞ്ഞിട്ടില്ല. അപ്പുറത്തൊരു പശു ഉണ്ട്. അപ്പൊ അതിനെ കണ്ടിട്ട് മറ്റേ കുറച്ച് അലേർട്ട് ആയതാണ്. അത് അവിടെ നിന്നോളും, നമ്മുടെ അടുത്തേക്ക് വരില്ല കേട്ടോ. ബാക്ക് ദേ ഡാഡി ജ്യൂസും കൊണ്ട് വരുന്നത്. നിനക്കുള്ള ജ്യൂസ് അല്ലേ, നക്കരുതേ ബോ ജ്യൂസ് നക്കരുത്. നല്ല ജ്യൂസാണ് കേട്ടോ. ചുച്ചുണ്ട് ബോബുന്, സുസു കഴിക്കണോ? അവന് പോട്ടി സുസു അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനിങ്ങനെ അജയനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നക്കും അല്ലേ ബബുഷ്? ഓക്കെ ബബു, വേഗം വന്ന് സൂസു ഒഴിച്ചോ. ഒച്ചൂടാ, സൂസു ഒഴിക്കാൻ മുട്ടി നിൽക്കായിരുന്നു. അതേ സൂസു ഒഴിച്ചു. ബോർഡ് പരിപാടിയെല്ലാം കഴിഞ്ഞു. അവൻ പോട്ടിയിട്ടു, സൂസു ഒക്കെ ഒഴിച്ചു. അവനല്ലെങ്കിൽ അങ്ങനെയാണ്, ഇപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവനിപ്പോൾ പെട്ടെന്ന് പോട്ടി സൂസു അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വേഗം വന്ന് അജയുടെ കൈ ഇങ്ങനെ ലിക്ക് ചെയ്യും. അപ്പം നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 5 മിനിറ്റ്, ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കും. അവനങ്ങനെ കുറേ നേരം നമ്മളെങ്ങനെ കൊണ്ട് നടത്തിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അജയ് ഇതേ ആരോനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആരോ എപ്പോഴും അങ്ങനെ, ആരോ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ പരിപാടിയൊന്നും അത്ര പെട്ടെന്ന് ചെയ്യത്തില്ല. വളരെ മെല്ലെ മെല്ലെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. സൂസു ഒഴിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇവരുടെ ഡ്രസ്സ് ഇങ്ങനെ പൊക്കി കൊടുക്കും. കാരണം ഇല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ മുകളിൽ ചിലപ്പം സൂസു ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു കിലോമീറ്ററും കൂടി ഉണ്ട് നമ്മുടെ ഫാം ഹൗസിലേക്ക്. നമ്മൾ കുറേ നേരം ഈ ഒരു വലിയ പറമ്പിൽ നിന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ നമ്മൾ നമ്മുടെ ഫാം ഹൗസ് കണ്ടിട്ടില്ല. വേറെയും 2-3 ഫാം ഹൗസ് ഒക്കെ കണ്ടു, പക്ഷെ അതൊന്നും നമ്മുടെ അല്ല. യെസ്, അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ നമ്മുടെ ഫാം ഹൗസിലെത്തി. ഇതേ നമ്മുടെ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇവിടെ ഡോബർമാൻ, ജർമ്മൻ ഷെപ്പേർഡ് അങ്ങനെ 2 ഡോഗ്സ് വേറെ ഉണ്ട്. നമ്മളിതേ നമ്മുടെ ഫാം ഹൗസിലെത്തി, ഹൈഡെക്കിലെത്തി. ബോയും ആരോയും അകത്തേക്ക് പോയിട്ടുണ്ട്. അവരകത്ത് കയറി എല്ലാം മെസ്സി ആക്കുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഫാം ഹൗസ് ഒന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോപ്പർട്ടി കാണാം. ഓക്കെ, പെറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ വാതിലുള്ള തന്നെ നല്ലതാണ്. അപ്പം നമുക്ക് അവരെ ഓഫ് ലീഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് പോകത്തില്ല. നമുക്കിത് ജസ്റ്റ് അങ്ങ് ക്ലോസ് ചെയ്താൽ മതി. ആരാണ് പ്രോപ്പർട്ടി ടൂർ ചെയ്യുന്നതെന്ന്? ബുബു ആണോ? വീടെല്ലാം ചുറ്റി കണ്ടപ്പോഴത്തേക്ക് ആരോ ബേബി ടയേർഡായി പോയോ? ആരോ ക്ഷീണിച്ചു പോയോ? ആരൊക്കെ അല്ലെങ്കിലും ബോൻ്റെ അത്ര ഒരു എനർജി ഇല്ല. ബോൻ്റെ അത്ര ഓടി അവനൊന്ന് പിടിക്കാൻ മാത്രമുള്ള എനർജി ഒന്നുമില്ല. അവൻ പെട്ടെന്ന് അങ്ങ് ടയേർഡായി പോകും. കാരണം അവൻ കുഞ്ഞല്ലേ, അവൻ കുഞ്ഞു ബേബി അല്ലേ. അവൻ ഡ്രസ്സ് ഊരി തരണം ആരോ ബേബിക്ക്. എന്താമോ ഓ ഡ്രസ്സ് ഊരി. അജയ് ഒന്ന് ദേഷ്യപ്പെട്ട അപ്പൊ പിന്നെ ബോ പിന്നെ അനുസരിച്ച് നിന്നോളൂ. ഈ 2 പേർക്കും ഡ്രസ്സില്ല. അപ്പോ ആർക്കാണ് ടോയ് വേണ്ടേ? ഒന്നേ ഉള്ളൂ, ഒരു ടോയേ ഉള്ളൂ. ഒരു ടോയ് വെച്ച് 2 പേരും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കണം. ഇത് 2 BHK വരുന്നൊരു വീടാണ്. പിന്നെ മുകളിൽ 2 ടെറസ് വരുന്നുണ്ട്. പിന്നെ ഓപ്പൺ കിച്ചൺ, ലിവിങ് റൂം, പിന്നെ എല്ലാ കൈൻഡ് ഓഫ് ഫെസിലിറ്റീസും അമ്യൂണിറ്റീസും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഞാൻ കാണിച്ചില്ലേ, ജക്കൂസിയും എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഈ ഒരു ഫാം ഹൗസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രൈവസിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പെറ്റ്സ് ആയിട്ടൊക്കെ വരുമ്പം അവരിങ്ങനെ ഫുൾ ടൈം നമുക്ക് ഓഫ് ലീഷ് ഇടാം. അപ്പൊ ഇവരുടെ 2 പെറ്റ്സ് ആണ്, ഒരു ഡോബർമാനും ഒരു ജർമ്മൻ ഷെപ്പേർഡും ആണ്, ഡ്യൂക്കും ലിയോയും. അപ്പൊ അവരെ അവിടെ എന്താ പറയാ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് നമ്മുടെ
പെറ്റ്സിന്റെ അടുത്തേക്ക് വരുമോ അങ്ങനെയൊന്നുമില്ല. ഒരു ചേട്ടനും ചേച്ചിയാണ് ഇവിടുത്തെ സ്റ്റാഫ് വരുന്നത്. അവരിപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരെ വിളിച്ചാൽ അവർ വരുള്ളൂ. അല്ലാത്ത സമയത്ത് ഫുൾ ടൈം നമ്മൾ മാത്രമായിരിക്കും. അപ്പം നമുക്ക് നല്ലൊരു പ്രൈവസി കിട്ടും. നമുക്ക് മാത്രമായിട്ട് കുറച്ചുകൂടി ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നാളെയാണ് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തത്. എന്തായാലും ബോയും ആരോയും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർക്ക് ഇത്രയൊരു സ്പേസ് കിട്ടിയതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ ഓടാനും ചാടാനും ഒക്കെ. സാധാരണ ഫ്ലാറ്റിലാവുമ്പം അവർ ഫുൾ ടൈം ഇങ്ങനെ ആ ഒരു ചെറിയൊരു സ്പേസിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ ചെയ്യുക. അപ്പം ഇത്രയും ഒരു സ്പേസ് കിട്ടിയതുകൊണ്ട് നിങ്ങളൊന്ന് ഒച്ചെടുക്കാതിരിക്കോ? ഞാനിവിടെ സംസാരിക്കുന്നത് കേട്ടില്ലേ ബോയ്സ്? അപ്പം എനിക്ക് എന്തായാലും ഒരു വൈകുന്നേരം ഒരു ചായ വേണം എന്നുള്ള ഭയങ്കര നിർബന്ധമാണ്. അപ്പം ഞാൻ പോയിട്ടൊരു ചായയൊക്കെ ഉണ്ടാക്കി. ഞാൻ വീട്ടിൽ നിന്നൊരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ബെഡിൻ്റെ മുകളിൽ വിരിച്ചുകൊണ്ട് വൈറ്റ് ബെഡ്ഷീറ്റിൻ്റെ മുകളിൽ അങ്ങനെ അഴുക്കൊന്നും ആവത്തില്ല. ബോ ആരും കിടന്നുറങ്ങിക്കോ രണ്ടുപേരും. ഇനി നമുക്ക് ഡിന്നർ എല്ലാം കഴിക്കണം. 800 acres എങ്ങാണ്ട് ഈ പ്രോപ്പർട്ടി ഇത് മൊത്തം. എന്നിട്ട് ഇതിന്റെ അകത്ത് കുറെ വില്ലാസ് ഉണ്ട്, മൾട്ടിപ്പിൾ വില്ലാസ് ഉണ്ട്. അപ്പൊ ഓരോ വില്ലാസും ഓരോ രീതിക്കാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് പ്രൈഡ് റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇത് 2 BHK ആണ് വില്ല. വേറെ ഉണ്ട് മയാമി എന്നൊക്കെ പറഞ്ഞിട്ട് 3 BHK ഒക്കെ വേറെ ഉണ്ട്. അതൊക്കെ മറ്റേ സ്വിമ്മിംഗ് പൂളും എല്ലാം ഉള്ളത്. നമ്മുടെ ഇതിൻ്റെ അകത്ത് ജക്കൂസി, അതുപോലെ തന്നെ അവിടെ ഒരു പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ പരിപാടിയാണ്. അപ്പൊ ഇപ്പൊ കപ്പിളായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ഡേ സെലിബ്രേഷനോ ബർത്ത്ഡേയോ അങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ്. ഇപ്പൊ പിന്നെ ഇതിപ്പോ പെറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ അത് കാരണം നമുക്ക് ഇപ്പൊ ഇവന്മാരെ കൊണ്ട് ഇവിടെ വരാൻ പറ്റും. ഡിയോ ഉണ്ട്, ഡ്യൂക്കോ ഉണ്ട്, പിന്നെ സായ ഒരു പൂച്ചയാണ് കേട്ടോ. പിന്നെ വേറൊരു പൂച്ചയും കൂടി ഉണ്ട്. അത് ആക്ച്വലി നമ്മൾ താമസിക്കുന്ന വീടിന്റെ ടെറസിലാണ്. ആ പൂച്ച ബോബുവിനെ കണ്ടിട്ട് അവിടെ പേടിച്ചിരിക്കുകയാണ്. ഇത് ആക്ച്വലി ബോയ്ക്ക് പൂച്ച എന്ന് പറയുന്നത് ഇഷ്ടമല്ല. അവന് പൂച്ച എന്ന് കേൾക്കുമ്പം തന്നെ ദേഷ്യം വരും. അതുകൊണ്ട് അവൻ കേൾക്കെ പൂച്ച എന്ന് പറയാൻ പറ്റത്തില്ല. ബോബു പൂച്ച. രണ്ടുപേരെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇവിടെ 2 ഡോഗ്സും 2 കാറ്റ്സ് ആണ് ഉള്ളത്. ഇവരുടെ പെറ്റ്സ്. പിന്നെ എനിക്ക് തോന്നുന്നത് അജയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്നാണ്. കാരണം അജയ്ക്ക് ഇങ്ങനെ വിശക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ഓരോ സംസാരമൊക്കെ വരാറ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണം, എന്നിട്ട് കഴിക്കണം. ഇനിയിപ്പോ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണം, കഴിക്കണം. തൊട്ടപ്പുറത്തെ വില്ലയില് അജയുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുടെ കൂടെയാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഫാം ഹൗസിലെത്തി. അപ്പൊ ഇനി പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നന്നായിട്ട് കിടന്നുറങ്ങണം. ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാനിപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. ഞാൻ ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയി. കാരണം ഇന്നലെ ലേറ്റ് ആയിട്ടാണല്ലോ കിടന്നുറങ്ങിയത്. അപ്പൊ രാവിലെ അത്ര നേരത്തെ എഴുന്നേറ്റില്ല. നമ്മൾ സൺറൈസിനൊന്നും ഇന്ന് പോയില്ല. കാരണം നമ്മൾ ഇന്നൊരു ദിവസം കൂടെ ഇവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് നാളെ പോവാന്ന് വിചാരിച്ചു. അജയുടെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അവരെല്ലാവരും കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് സൺറൈസ് കാണാൻ പോവാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അവരെഴുന്നേക്കാനും കുറച്ച് ലേറ്റ് ആയിപ്പോയി. രാവിലെ എഴുന്നേറ്റ് പിള്ളേരുടെ പരിപാടികളും അതേപോലെ പിള്ളേർക്ക് ഫുഡെല്ലാം കൊടുത്തതൊക്കെ അജയാണ്. കാരണം ഞാൻ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയതല്ല, നല്ല സുഖമുണ്ടായിരുന്നു ഇങ്ങനെ പുതച്ച് മൂടി കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം രാവിലെ എഴുന്നേറ്റ് അവരെ വോക്കിന് കൊണ്ടുപോകുന്നതും ഫുഡ് കൊടുത്തതൊക്കെ അജയാണ്. അതുകൊണ്ടാണ് അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഇനി ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. പുറത്ത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്താ ഉള്ളതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം. ചിലപ്പോൾ നമ്മൾ പിള്ളേരെയും കൊണ്ടേയിരിക്കും പോവുക, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും പോവുക. എനിക്ക് കഴിക്കാനുള്ള ഒരു ബേസിക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രെഡും ബട്ടറും എഗ്ഗും മാഗിയും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും അജയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. കാരണം വീഗൻ ആയതുകൊണ്ട് അവനതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. റെസ്റ്റോറന്റ് തേടിയുള്ള യാത്രയുമായി നമ്മൾ അങ്ങനെ പോവുകയാണ്. അതെ, നമ്മൾ അകത്തൂടെ വഴി ഉണ്ടായിട്ട് നമ്മളെ പുറത്തൂടെ വഴി കണ്ടുപിടിച്ച് നമ്മള് വേറെ ഏതോ വഴി കൂടെ അകത്ത് ചെയ്തു. പക്ഷെ ഇപ്പൊ ഇത് കാണാൻ രസമുണ്ട്. പറയുമ്പോ 800 ഏക്കർ ഉണ്ട്. അപ്പൊ വഴി അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഹോളിഡേ വാലി സൈക്കിൾ റാലി പോലൊരു ഹോളിഡേ വാലി. വിശന്നിട്ടാന്ന് തോന്നുന്നു. അജയ് നല്ല മൂഡിലാണ്. നമ്മൾ താമസിക്കുന്ന ഫാം ഹൗസിൽ നിന്ന് ഉള്ളിൽ കൂടെ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് വരാം. പക്ഷെ അതെങ്ങനെയാ വരേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ മെയിൻ റോഡ് വഴി ചുറ്റിയാണ് ഇപ്പോൾ വന്നത്. നമ്മള് പോകുമ്പോ പുള്ളിയുടെ അടുത്ത് ചോദിച്ചത് നമുക്ക് വേറെ വഴിയുണ്ടോ അങ്ങോട്ടേക്ക് പോകാൻ. അപ്പൊ പുള്ളി എനിക്ക് വരച്ചു തന്നു. റിസപ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കണം,
റൈറ്റ് എടുത്ത് സ്ട്രെയിറ്റ് പോയിക്കുമ്പോഴത്തേക്കും പിന്നൊരു വളവുണ്ട്. ആ വളവെടുത്ത് ഇതൊരു 800 ഏക്കർ ഉണ്ട്. കാരണം ഇതിന്റെ ഉള്ളിൽ നമ്മൾ പെട്ടുപോയത് തന്നെ ഇരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയൊക്കെ കൊടുത്തത്. നമ്മൾ ഫൈനലി ഇതേ നമ്മുടെ ഫാം ഹൗസിലല്ല, നമ്മുടെ ഫ്രണ്ട്സ് സ്റ്റേ ചെയ്യുന്ന ഫാം ഹൗസിലെത്തി. അപ്പൊ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. അപ്പം ഈ ഫുഡ് അവർക്ക് കൊടുക്കണം. പിന്നെ അവർക്ക് കുറച്ച് കോണ്ടന്റ് ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് അജയ് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യും. നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പം ഒരു കുന്നിന്റെ മുകളിൽ കാണുന്ന അമ്പലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള ചേട്ടന്മാരുടെ അടുത്തൊക്കെ ചോദിച്ച് ഇപ്പൊ ദേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി പോകുന്നാണ് ഇവിടെ കടയിലുള്ള ചേട്ടൻ പറഞ്ഞേ. അതേ അമ്പലം ദേ ദൂരെ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ജസ്റ്റ് വഴി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മള് നാളെ രാവിലെ സൺറൈസ് ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. അപ്പൊ നമ്മള് അതിനായിരിക്കും വരുന്നത്. നാളെ രാവിലെ നമ്മൾ ഇവിടെ വരുമ്പം നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതല്ലോ. കാരണം വണ്ടി ഇങ്ങോട്ടേക്ക് കയറുമോ അതോ നമ്മൾ നടന്നാണോ കയറേണ്ടതെന്ന് എന്താ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ജസ്റ്റ് സ്ഥലം ഒന്ന് നോക്കാൻ വേണ്ടി ഇപ്പോൾ വന്നതാണ്. തിരിച്ച് റൂമിലെത്തിയതാണ്. ഇനി കുറച്ചു നേരം പിള്ളേരുടെ കൂടെ പ്ലേ ടൈം ആണ്. ആർക്കാണ് ടോയ് വേണ്ടത്? അവരിവിടെ ഒരു ഉച്ച തൊട്ടിട്ട് റൂമിൽ കിടന്നുറങ്ങിയിരുന്നു. കാരണം നമ്മൾ അജയുടെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ രണ്ടുപേർക്കും? ആർക്കാ ടോയ് വേണ്ടേ? കളിക്കാം, നമുക്ക് കുറച്ചു നേരം കളിക്കാം. അജയ് സോളോ പോയ സമയത്തായിരുന്നു നമ്മുടെ ആനിവേഴ്സറി ആണെങ്കിലും അജയുടെ ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ വന്നത്. അപ്പം നമുക്കതൊന്നും ഒന്നിച്ചിരുന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ ചിലപ്പോൾ ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം അവിടെ വാട്ടർഫോളിൻ്റെ ഇതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അജയ് സോളോ പോയ സമയത്തായിരുന്നു നമ്മുടെ ആനിവേഴ്സറിയും അതേപോലെ അജയുടെ ബർത്ത്ഡേ ഒക്കെ. അപ്പം നമുക്ക് ഒന്നിച്ച് ഇരുന്ന് അതൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് ഇന്നൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആക്കാന്നുള്ളത്. അപ്പം പെട്ടെന്ന് വന്ന ഐഡിയ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളിവിടെ ഫാം ഹൗസിലുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ ജസ്റ്റ് സെറ്റ് ചെയ്തതാണ്. അങ്ങനെ കാര്യമായിട്ടുള്ള ഫുഡോ അങ്ങനെയൊന്നുമില്ല, നോർമലായിട്ടുള്ള ഫുഡാണ്. എനിക്ക് ബിരിയാണി, അജയ്ക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പിന്നെ കുറച്ച് സ്റ്റാർട്ടേഴ്സും സാലഡും ജ്യൂസും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നോർമൽ ഫുഡാണ്. അപ്പോൾ ഇതൊക്കെ ഇവർ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ക്യാമറ അങ്ങോട്ട് കാണിക്കും, അതൊക്കെ ഒന്ന് കാണിക്കും. അപ്പോൾ വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങണം. എന്നാലേ നമുക്ക് നാളെ രാവിലെ സൺറൈസ് കാണാൻ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുമല്ല കുറേ നേരം ഞാനിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പം നമ്മളിതേ ഈ ഉദിച്ചിരിക്കുന്ന സണ്ണിനെ അടുത്ത് പോയി കാണാൻ വേണ്ടിയിട്ട് മലേൻ്റെ മുകളിൽ കയറാൻ പോവുകയാണ്. ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ ഫാം ഹൗസിൽ നിന്നാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് ഇവനാണ് നമ്മുടെ അമ്പലത്തിൻ്റെ കാവൽക്കാരെന്ന് തോന്നുന്നു. അവൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഞാൻ അവനെ വീഡിയോ എടുക്കുന്നത്. ഹൈ ഡൂഡ്. ആള് കുറച്ചു നേരമായി എന്നെ അജയനെ ഇങ്ങനെ മാറി മാറി നോക്കുന്നു. ഇവരിവിടെ വന്നിട്ട് എന്തൊക്കെയായി കാണിക്കുന്നത് എന്നുള്ളത്. കാരണം ഇവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ലതേ. അജയനെ ഭയങ്കര സൂക്ഷ്മമായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല അവൻ്റെ വേറെ ഗ്യാങ്ങിലുള്ളവരൊക്കെ ഉണ്ട്. ദേ 2 പേരുണ്ട് ഇവിടെ. ഇവർ 2 പേരാന്ന് തോന്നുന്നു ഇവിടുത്തെ കാവൽക്കാർ. ഓൾമോസ്റ്റ് ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പി ഫീലാണ് എനിക്ക്. കഴിഞ്ഞോ? കിട്ടിയോ? കാണിച്ചു തരുമോ? ഓ നൈസ്. നമ്മളിപ്പോൾ സൺറൈസ് എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഫാം ഹൗസിലെത്തി. ഞാനൊരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണ്. അജയ് വാഷ്റൂമിൽ പോയതാണ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട്. നമുക്ക് ഈ ചെറിയൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ലഞ്ച് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് വൈകുന്നേരം ആയിരിക്കും നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജക്കൂസിയുടെ സൈഡിലുള്ള ഈ ഒരു ഏരിയ ആണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കാൻ ശരിക്കും നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ കുറേ മയിലൊക്കെ വരാറുണ്ട്. അപ്പം എനിക്ക് ഇവിടെ ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
ഈ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നമ്മളെ കണ്ടില്ല, കാരണം നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പോയതായിരുന്നല്ലോ. ബോയ്ക്ക് ബലൂൺ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല, അവന് ബലൂണ് ഭയങ്കര പേടിയാണ്. ബലൂണ് കാണുമ്പോൾ തന്നെ അവന് ഭയങ്കര ഒരു പേടി ഇതൊക്കെയാണ്. ഇനി എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ബലൂണ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആള് വല്ലാതെ ടെൻഷനാവും. ഇന്നലെ കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കുറച്ച് ബലൂണൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ബലൂണാണ് എന്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോവുകയും ചെയ്തു ഇന്ന് രാവിലെ. അപ്പൊ അതുകൊണ്ട് അവൻ പുറത്തേക്ക് വരുന്നേ ഇല്ല, അവൻ അവിടെ തന്നെ ഇരിക്കും, റൂമിൽ തന്നെ ഇരിക്കും. അവന് ഭയങ്കര ടെൻഷൻ. എവിടെ ബൂബു, എവിടെ ബൂബു? എന്തിനെങ്ങനെ പേടിച്ചിരിക്കുന്നേ? ചായ കുടിക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പൊ ഞാൻ പോയിട്ട് ഇനി പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. പിള്ളേരുടെ ഫുഡ് അടി പരിപാടിയെല്ലാം കഴിഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഫാം ഹൗസിന്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. 800 ഏക്കേഴ്സിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. 800 ഏക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫാം ഹൗസ് 800 ഏക്കേഴ്സിലല്ല വരുന്നത്. മൊത്തത്തിൽ ഈ ഒരു ബിൽഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് 800 ഏക്കേഴ്സിലാണ്. അതിൻ്റെ അകത്ത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു 10-20 ഫാം ഹൗസോളം ഉണ്ട്. ഒരു ഫാം ഹൗസിൽ നിന്ന് വേറൊരു ഫാം ഹൗസിലേക്ക് പോകുമ്പോൾ നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് അല്ല, നമ്മൾ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ പോകണം. നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 60 കിലോമീറ്റേഴ്സ് എവെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. കൃഷ്ണഗിരിയുടെ ഒരു സൈഡായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഹൈഡെക് എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതി. ഇപ്പം സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു 1-2 ദിവസം ഒന്ന് റിലാക്സ് ചെയ്ത് ഭയങ്കര എന്താ പറയുക, ഒത്തിരി പ്രൈവസി ഒക്കെ വേണമെന്ന് തോന്നുമ്പോൾ നേരെ വരാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇത്. കാരണം ഇവിടെ അങ്ങനെ കൂടുതൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, അതായത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ അങ്ങനെ ഒരുപാടൊന്നുമില്ല. നമ്മൾ ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് നമുക്ക് അവിടെ ഒരു എന്താ പറയുക അമ്പലം ഉണ്ടെന്നും അവിടെ പോയാൽ നമുക്ക് സൺറൈസും സൺസെറ്റും ഒക്കെ കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അല്ലാതെ ഫാം ഹൗസിലെ സ്റ്റാഫോ ആൾക്കാരോ ഒന്നും പറഞ്ഞതൊന്നുമല്ല. പിന്നെ ഇവിടെ ഒരു ഇൻഡോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 800 ഏക്കേഴ്സിലാണ് ഈ ഒരു ഫാം ഹൗസ് വരുന്നത്. ഈ ഒരു ഫാം ഹൗസ് എന്നല്ല, ഇതുപോലെ കുറേ ഫാം ഹൗസ് വരുന്നത്. അപ്പം നമുക്ക് ഈ തോട്ടത്തിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ നടക്കാം. പിന്നെ അതേപോലെ നമുക്ക് പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഓഫ് ലീഷ് ഇടാം. അങ്ങനെ ഇപ്പം അവർ പുറത്തേക്ക് ഓടിപ്പോവോ അല്ലെങ്കിൽ വേറെ പുറത്തുള്ള ഏതെങ്കിലും സ്ട്രേ ഡോഗ്സ് അവരെ അറ്റാക്ക് ചെയ്യോ, അങ്ങനെയൊന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളിപ്പം കുറച്ചധികം ഫ്രണ്ട്സ് ആയിട്ട് വരുമ്പം, അതേപോലെ ഇപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും ഫാമിലി ഗെറ്റ് ടുഗദർ, ബർത്ത്ഡേ സെലിബ്രേഷൻസ്, ബാച്ചിലർ പാർട്ടി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നടത്താൻ പറ്റും. കാരണം അതിനനുസരിച്ചുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഓരോ ഫാം ഹൗസും ഓരോ രീതിയിലാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തത്. ഇപ്പോൾ ചില ഫാം ഹൗസ് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു രീതിയിലാണ്. ചില ഫാം ഹൗസ് നമുക്ക് കുറച്ചുകൂടി പെറ്റ് ഫ്രണ്ട്ലിയും അതേപോലെ നമുക്ക് കപ്പിളായിട്ട് വരാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ്. ലക്ഷറി ഫാം ഹൗസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഭയങ്കര പീസ്ഫുൾ ആണ് കേട്ടോ, കാരണം ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസോ ഒന്നുമില്ല. റെസ്റ്റോറൻറ്റിലെ ഫുഡാണെങ്കിലും അത്യാവശ്യം നല്ല ഫുഡാണ്, അങ്ങനെ വലിയ എക്സ്പെൻസീവോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഹൈഡെക് എന്നുള്ള പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ ഫാം ഹൗസിൻ്റെ തോട്ടത്തിൽ കൂടെ ഒന്ന് ജസ്റ്റ് നടക്കാം. ഞങ്ങളിതാ കുറേ നേരം കളിച്ചിട്ട് ഇപ്പം ഒന്ന് കിടക്കുവാണ്. എനിക്കറിയത്തില്ല, അവൻ അവിടെ ബാക്കിൽ ചെളിയിൽ എവിടെയെങ്ങാനാണ് കിടക്കുന്നത്. ആരോ ദേ ഇവിടെ എൻ്റെ കൂടെ ഇവിടെ കിടക്കുന്നുണ്ട്. അജയ് കുറേ നേരം പിള്ളേരുടെ കൂടെ കളിച്ചു, ഞാനും കളിച്ചു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ടും ഒരു പക്ക പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് തന്നെയാണ്. കാരണം പെറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ശരിക്കും ഇങ്ങനെ വേണം. കാരണം അവർക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പറയുമ്പോൾ ഇവിടെ വേറെ 2 ലാർജ് ബ്രീഡ് ഡോഗ്സ് ഉണ്ട്, ഡോബർമാനും ഒരു ജർമ്മൻ ഷെപ്പേർഡും ഉണ്ട്. പക്ഷെ അവരുണ്ടെങ്കിൽ പോലും നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ പെറ്റ്സിനെ ലീഷോ കോളറോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ
തുറന്നു വിടാം. ബോ എവിടേക്കോ ഓടിപ്പോയി കളിച്ചിട്ടൊക്കെയാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഹൈഡെക് എന്നുള്ള പ്രോപ്പർട്ടി ചെക്ക് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. രാവിലത്തെ പിള്ളേരുടെ കൂടെയുള്ള കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്ന് എടുത്തപ്പോൾ അജയ് എനിക്ക് മാഗി ഉണ്ടാക്കുവാണ്. പിന്നെ അതേപോലെ മൊമോസ് ഉണ്ട് ഇവിടെ. പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് എനിക്കും പിള്ളേർക്കും. പിന്നെ ബ്രെഡ് ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. ഫുഡൊക്കെ ഉണ്ടാക്കി, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നല്ല, ഞാൻ എങ്ങനെയൊക്കെ മാഗി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വലിയ ടേസ്റ്റ് ഇല്ല. ഞാൻ ഉണ്ടാക്കുന്ന മാഗി എനിക്കൊട്ട് ഇഷ്ടമില്ല. പക്ഷേ അജയ് മാഗി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഇവിടെ മറ്റേ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നും ഇല്ലായിരുന്നു, വെജിറ്റബിൾസ് ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് മാഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും മറ്റേ പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല. കുറച്ചേരം ഇരുന്ന് ചില്ല് ചെയ്യും, പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യും. പിള്ളേരിങ്ങനെ ഓടി നടക്കുന്നുണ്ട്, ആരോ പ്രത്യേകിച്ചിട്ട് എവിടുന്നാണ് ഈ മണം വരുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യാണ്. നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിള്ളേരെയൊക്കെ നമ്മൾ വണ്ടി കയറ്റി. അജയ് ഇതേ ഒന്നുകൂടി റൂമെല്ലാം ചെക്ക് ചെയ്യാൻ പോയതാണ്, എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് നമ്മുടെ ഫ്ലാറ്റിലേക്കായിരിക്കും, ബാംഗ്ലൂരേക്കായിരിക്കും. ബോബുദ AC കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ വന്നിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയം. ഞാനും പിള്ളേരും എല്ലാവരും ശരിക്കും ടയേർഡായി. ഇനി എന്തായാലും ഒരു 1.5 അവർ ഡ്രൈവ് ഉണ്ട് ബാംഗ്ലൂരേക്ക്. മിക്കവാറും ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിരിക്കും ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്.